വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ നാട്ടിലാണ്. നിങ്ങൾക്ക് അറിയാം എന്തായാലും നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അബി ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് പിന്നെ അബി പെട്ടെന്ന് പോയി. അതുകൊണ്ട് ഇപ്പോൾ എവിടെയും കസിൻസിൻ്റെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ചുമ്മാ ഒന്ന് ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. ഹാബിത്തെയും ഷീയത്തെയും ഉണ്ട്, പിള്ളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇഷാനും സേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അവർക്കും വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മുഷിപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ എനിക്കും. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കത്തിയടിച്ച് നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെ സംസാരിച്ച് നടക്കാനും ഒരു രസമാണല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലും വാക്കിങ് ആ ഒരു സൈഡിലേക്കാണ് പോകുന്ന വഴിയിൽ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ ചുമ്മാ പതുക്കനെ നടന്നങ്ങനെ പോവും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാടും എന്താ പറയുക ഒരു പരിസരം കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ആബിത്ത, ഷിജത്ത, പിള്ളേഴ്സ്. അപ്പോൾ എങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. വെറുതെ പാടത്ത് വെള്ളം കയറിയൊക്കെ ആയ കാരണം പാടത്തോട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഒരു പരിസരം കാര്യങ്ങളൊക്കെ ചുമ്മാ നടക്കാനൊരു രസമാണ് കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ പാടത്ത് പിള്ളേഴ്സ് കുറേ പേര് ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ചുമ്മാ വെച്ച് നേരം ഞങ്ങൾ നിന്ന്. അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് കരക്കി നോക്കാമെന്ന് വിചാരിച്ച്. മീനൊന്നും കൊത്തില്ലെന്നറിയാം, എന്നാലും ഒന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ ഒന്ന് മേടിച്ച് ഞാനൊന്ന് നോക്കി. പക്ഷെ അതെങ്ങനെ വീശാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവനത് വീശി തന്ന്. അപ്പോൾ ചുമ്മാ ഒരു രസം. അപ്പോൾ മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ചൂണ്ടിട്ട ആൾ എൻ്റെ മൂത്തുമ്മയുടെ മോനാണ് അമ്മൻ. അപ്പോൾ അവന് ഈവനിങ്ങിൽ എപ്പോഴും ഇറങ്ങാറുണ്ടെന്നാണ് പറയുന്നത് ചൂണ്ടയിടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് ഇത്ര. പക്ഷെ ഇന്ന് കിട്ടിയില്ല കേട്ടോ. കിട്ടി ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചേനെ. കണ്ടില്ലേ, അവൻ്റെ ആ ഒരു ചൂണ്ടയിടൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.